സ്നേഹസമ്പന്നരെ, സരിഗ കാസറ്റിന് വേണ്ടി ഞാൻ അവതരിപ്പിക്കുന്ന കഥ കറുത്ത മണവാട്ടി. കാവ്യങ്ങളിലും കവിതകളിലും മാസികകളുടെ ഗോസിപ്പുകളിലും സ്ഥാനം പിടിക്കാത്ത കാക്കത്തുരുത്ത്. കാക്കകളുടെയും നിറമുള്ള ചെളിയുടെ ഗന്ധമുള്ള കാക്കത്തുരുത്ത്. കടലിന്റെയും കായലിന്റെയും ഇടയിൽ കിടന്ന് വീർപ്പുമുട്ടുന്ന റാട്ടിന്റെയും തൊണ്ടു തല്ലുന്നതിന്റെയും ശബ്ദ തരംഗങ്ങളും തഴക്കവും തഴമ്പുമുള്ള കയർപ്പിരി തൊഴിലാളികൾ അന്തിയുറങ്ങുന്ന കാക്കത്തുരുത്ത്. കൈതപ്പൂവിന്റെ സുഗന്ധവും ഇല്ലുമുളങ്കാടിന്റെ ചൂളംവിളിയും കദളിപ്പൂവിന്റെയും കാട്ടുചെമ്പകത്തിന്റെയും മനോഹാരിതയും കരയെ പുണരുന്ന തിരയുടെ താളലയത്തോടൊപ്പം കളകളകളുകളുകളുക ആകാശബ്ദം ഉൾക്കൊള്ളുന്ന കാക്കത്തുരുത്ത്. ഇങ്ങനെയുള്ള കാക്കത്തുരുത്തിലെ പ്രസരിപ്പുള്ള പ്രഭാതം. പക്ഷികളുടെ തിരഞ്ഞെടുപ്പ് മത്സരത്തിൽ വിജയിയായ പുതിയ പക്ഷി പ്രസിഡന്റിന്റെയും അനുയായികളുടെയും സന്തോഷ പ്രകടനങ്ങളാൽ കാക്കത്തുരുത്ത് അന്ന് വിജയ ആഹ്ലാദം കൊണ്ടാടുക മാത്രമല്ല, തൻ്റെയും അഹങ്കാരിയുമായ മുൻ പക്ഷി പ്രസിഡന്റിന്റെ അഴിഞ്ഞാട്ടത്തെ നഖശികാന്തം എതിർക്കാനും ആ യോഗത്തിൽ തീരുമാനമെടുത്തു. ഈ തീരുമാനം ദൂതൻ മുഖേന മനസ്സിലാക്കിയ പക്ഷികളുടെ മുൻ പ്രസിഡന്റായ കാക്കത്തുരുത്തിലെ മണിയങ്കാക്ക അരിശാവേശത്തോടുകൂടി അദ്ദേഹത്തിന്റെ അനുയായികളോട് പറയുകയാണ്: കാക്ക, രാജാതിരാജനായ കാക്ക, ഓടാ തന്റെ ഇടമുണ്ടെങ്കിൽ വാടാ. കാക്ക, രാജാതിരാജനായ കാക്ക, ഓടാ തന്റെ ഇടമുണ്ടെങ്കിൽ വാടാ. നാട്ടിലുള്ള ബേഴ്സിന് മുൻപിൽ എപ്പോഴും ഞാൻ കിങ്ങ. നാട്ടിലുള്ള ബേഴ്സിന് മുമ്പിൽ എപ്പോഴും ഞാൻ കിങ്ങ. ഡേയുമില്ല നൈറ്റുമില്ല എപ്പോഴും ഞാൻ ഓക്കെ. കാക്ക, രാജാതിരാജനായ കാക്ക, പോടാ തന്റെ ഇടമുണ്ടെങ്കിൽ വാടാ. പപ്പാ പാവപ്പാ, പപ്പാ പാവപ്പാ, മയിലും കുയിലും പുള്ളും പ്രാവും മൂങ്ങയും എന്നോട് ഫ്രണ്ട. ഇവയിൽ പലരും പലതിനമായി സ്ഥിരമായി എന്നോട് വൈഫ. മയിലും കുയിലും പുള്ളും പ്രാവും മൂങ്ങയും എന്നോട് ഫ്രണ്ട. ഇവയിൽ പലരും പലതിനമായി സ്ഥിരമായി എന്നോട് വൈഫ. കൊഞ്ചം വിളയാടുന്നു ലൈഫിൽ ഇതാൻ ബെറ്റർ. എന്റെ പതിവിങ്ങന എന്നെ വിലപേശല്ലേ. ഇനിയും കഴിയും ഇതുപോൽ തളരിൽ ഇനിയും ഒരു നാൾ. മരണം വരെയും ഞാൻ മല്ലനാം. ഇനിയും കഴിയും ഇതുപോൽ തളരിൽ ഇനിയും ഒരു നാൾ. മരണം വരെയും ഞാൻ മല്ലനാം. സ്ഥിരമായി കുടിയും വഴിയും പിടിയും പതിവായി കാട്ടിടും എന്നോട് ഇടവ. കാക്ക, രാജാതിരാജനായ കാക്ക, ഓടാ തന്റെ ഇടമുണ്ടെങ്കിൽ വാടാ. കാക്ക, രാജാതിരാജനായ കാക്ക, ഓടാ തന്റെ ഇടമുണ്ടെങ്കിൽ വാടാ. നാട്ടിലുള്ള ബേഴ്സിന് മുൻപിൽ എപ്പോഴും ഞാൻ കിങ്ങ. നാട്ടിലുള്ള ബേഴ്സിന് മുമ്പിൽ എപ്പോഴും ഞാൻ കിങ്ങ. ഡേയുമില്ല നൈറ്റുമില്ല എപ്പോഴും ഞാൻ ഓക്കെ. കാക്ക, രാജാതിരാജനായ കാക്ക, ഓടാ തന്റെ ഇടമുണ്ടെങ്കിൽ വാടാ. കാക്ക, രാജാതിരാജനായ കാക്ക, ഓടാ തന്റെ ഇടമുണ്ടെങ്കിൽ വാടാ. കൗശലക്കാരനും പൂർണ്ണ ബുദ്ധിശാലിയുമായ മുൻ നേതാവിന്റെ ബുദ്ധിയും ചിന്തയും വളഞ്ഞ വഴിയിലേക്ക് തന്നെ തിരിഞ്ഞു. പുതിയ നേതാവിനോട് അവന്റെ ആമർശം ആളിക്കത്തി. എങ്ങനെയും ആ പുതിയ നേതാവിനെ തകർക്കണം. നേരിട്ട് എതിർക്കാൻ സാധിക്കില്ല. പിന്നെ എന്ത് ചെയ്യും? അവനൊരു വഴി കണ്ടെത്തി. അവന്റെ സ്വകാര്യ ജീവിതം നശിപ്പിക്കുക. വെളിയിലിറങ്ങി മറ്റു പക്ഷികളുടെ മുഖത്ത് നോക്കി നടക്കാൻ വയ്യാത്ത അവസ്ഥയിൽ അവനെ എത്തിക്കുക. അതിനുള്ള ഏകമാർഗം
അവന്റെ മകളെ സ്വന്തമാക്കുക. അതിനുവേണ്ടി വീണ് കിട്ടിയ പല അവസരങ്ങളും വിനിയോഗിച്ചു. ഒരു ദിവസം പഴയ നേതാവ് പുതിയ നേതാവിന്റെ മകളോട് പറഞ്ഞു, കരിക്കുള്ള തെങ്ങിൻ തോപ്പിൽ ഒരു ഫില്ലർ സ്നേഹവുമായി കരിമിഴിയാളെ നീ വരുമോ, കരളിന്റെ ഉള്ളിൽ സ്പേസ് തരുമോ. കരിക്കുള്ള തെങ്ങിൻ തോപ്പിൽ ഒരു പില്ലർ സ്നേഹവുമായി കരിമിഴികളെ നീ വരുമോ, കരളിന്റെ ഉള്ളിൽ സ്പേസ് തരുമോ. മണിയഞ്ചു കഴിയുമ്പോൾ മഴ പെയ്തിട്ടില്ലെങ്കിൽ മതിലിന്റെ കോർണറിൽ നീ വരുമോ. മണിയഞ്ചു കഴിയുമ്പോൾ മഴ പെയ്തിട്ടില്ലെങ്കിൽ മതിലിന്റെ കോർണറിൽ നീ വരുമോ. മതം പൊട്ടിയലറുന്ന യുവർ ഫാദർ കാണാതെ, മതം പൊട്ടിയലറുന്ന യുവർ ഫാദർ കാണാതെ മയങ്ങുന്ന നേരത്ത് നീ വരുമോ, മൈഡിയറെ തമ്മിൽ മീറ്റു ചെയ്യാം. മാനമര്യാദയുള്ള കുടുംബത്തിൽ മാതാപിതാക്കളുടെ ചൊൽപ്പടിക്ക് ജീവിച്ച അവൾക്ക് ഈ പ്രേമാഭ്യർത്ഥന അരോചകമായി തോന്നി. പല പ്രാവശ്യം അവൾ നിരസിച്ചു. പലപ്പോഴും പരിസരം മറന്ന് പറഞ്ഞു എന്ന് പലതും അവൻ അവളോട് പറഞ്ഞു നോക്കി. അവൾ അദ്ദേഹത്തോട് തീർത്ത് പറഞ്ഞു, എൻ്റെ അച്ഛൻ എൻ്റെ കാണപ്പെട്ട ദൈവമാണ്. അദ്ദേഹം അമ്മയില്ലാത്ത എന്നെ ഒരു മരച്ചിലയിൽ പോലും തനിയെ ഇരുത്താതെയാണ് വളർത്തിയത്. എൻ്റെ അച്ഛൻ്റെ ഇമേജിന് കളങ്കം വരുത്തുന്ന യാതൊന്നും ഞാൻ ചെയ്യില്ല. തന്നെയുമല്ല, കാക്കത്തുരുത്തിൽ നിങ്ങളുടെ വർഗത്തിൽപ്പെട്ട എത്രയോ പക്ഷികളുണ്ട്, അവരോടായിക്കൂടെ ഈ ശൃംഗാരം. ആ ശബ്ദത്തിന് ദൃഢതയുണ്ടായിരുന്നു. അവളുടെ ഓരോ വാക്കും വീണ്ടും വീണ്ടും അവൻ ഓർത്തു. കാക്കത്തുരുത്തിലല്ലേ ജനനം, വെറും വേസ്റ്റായതൊക്കെയല്ലേ നിൻ ഭക്ഷണം. കാക്കത്തുരുത്തിലല്ലേ നിൻ ജനനം, വെറും വേസ്റ്റായതൊക്കെയല്ലേ നിൻ ഭക്ഷണം. എങ്ങനെ അടുക്കും നാം, എങ്ങനെ സഹിക്കും നാം, എങ്ങനെ അടുക്കും നാം, എങ്ങനെ ശയിക്കും നാം, എങ്ങനെ നാം തമ്മിൽ കഴിഞ്ഞുകൂടും. കാക്കാ കാക്കത്തുരുത്തിലല്ലേ ജനനം. കാലത്തും അന്തിക്കും ഡിസ്റ്റർബ് ചെയ്യുന്ന മിസ്റ്ററെ നിങ്ങൾക്ക് സ്റ്റാറ്റസ് ഇല്ലേ. കാലത്തും അന്തിക്കും ഡിസ്റ്റർബ് ചെയ്യുന്ന മിസ്റ്ററെ നിങ്ങൾക്ക് സ്റ്റാറ്റസ് ഇല്ലേ. നിൻ വർഗമല്ലല്ലോ, നിൻ സൗണ്ടുമല്ലല്ലോ, കളറിലല്ലേ സ്വൽപ്പം സാമ്യമുള്ളൂ. കാകാ
എന്തൊരു സൗന്ദര്യമാണ് അവൾക്ക്. കുടശീലയുടെ കളറും കൺമഷി പുരട്ടിയ ചുണ്ടും കരിക്കട്ട കളറുള്ള വാലും കൊടക്കമ്പി പോലത്തെ കാലും വിരലും തലചായ്ച്ച് കടക്കണ്ണെറിഞ്ഞുള്ള നോട്ടവും ആരെയും അരോചകപ്പെടുത്തുമെങ്കിലും എൻ്റെ ശത്രുവിനെ പരാജയപ്പെടുത്തണമെങ്കിൽ, അവൻ നിലംപതിക്കണമെങ്കിൽ ഇവൾ എൻ്റേതായി തീരൂ. നെയ്യപ്പം തിന്നാൽ രണ്ടല്ലേ കാര്യം. തീർക്കും ഞാനൻ വാശി, വീഴ്ത്തും തൻ്റെ മോളെ ദുഷ്ട. തീർക്കും ഞാനൻ വാശി, വീഴ്ത്തും തൻ്റെ മോളെ ദുഷ്ട. കാണാൻ ബ്യൂട്ടിയാ, ഫ്യൂച്ചർ ന്യൂട്ടറാ. കാണാൻ ബ്യൂട്ടിയാ, ഫ്യൂച്ചർ ന്യൂട്ടറാ. തീർക്കും ഞാനൻ വാശി, വീഴ്ത്തും തൻ്റെ മോളെ ദുഷ്ട. വാലിൻ്റെ അറ്റം മീൻ്റെ വാല് പോലെ സൗണ്ട് സ്വീറ്റിയാണ് കേൾക്കുക. നടപ്പും കിടപ്പും ഇരിപ്പും ചലപ്പും എല്ലാം ബ്യൂട്ടിയാ. വാലിൻ്റെ അറ്റം മീൻ്റെ വാല് പോലെ സൗണ്ട് സ്വീറ്റിയാണ് കേൾക്കുക. നടപ്പും കിടപ്പും ഇരിപ്പും ചലപ്പും എല്ലാം ബ്യൂട്ടിയാ. ടീനേജ് കഴിഞ്ഞിട്ടില്ല, മാരേജോ ഉറച്ചിട്ടില്ല. ടീനേജ് കഴിഞ്ഞിട്ടില്ല, മാരേജ് ഉറച്ചിട്ടില്ല. തീർക്കും ഞാനൻ വാശി, വീഴ്ത്തും തൻ്റെ മോളെ ദുഷ്ട. കാണാൻ ബ്യൂട്ടിയാ, ഫ്യൂച്ചർ ന്യൂട്ടറാ. കാണാൻ ബ്യൂട്ടിയാ, ഫ്യൂച്ചർ ന്യൂട്ടറാ. തീർക്കും ഞാനൻ വാശി, വീഴ്ത്തും തൻ്റെ മോളെ ദുഷ്ട. കാര്യം കാണണമെങ്കിൽ കഴുതക്കാലും പിടിക്കണം, പിടിച്ചാൽ പുളിങ്കൊപ്പിൽ പിടിക്കണം. പ്രാണരക്ഷയ്ക്ക് വേണ്ടി മുള്ളിൽ പിടിച്ചാലും മുറുക്ക പിടിക്കണം എന്നാണല്ലോ എൻ്റെ പിതാക്കന്മാരും പലരും പറഞ്ഞിരിക്കുന്നത്. അവസാനത്തെ കയ്യിൽ നോക്കാം. ഇതിനും അവൾ വീണില്ലെങ്കിൽ ഈ കാക്കത്തുരുത്തിലെ പല പക്ഷികളും അനുഭവിച്ചത് തന്നെ ഇവളും അനുഭവിക്കും. ഇല്ല, ഈ പ്രയോഗത്തിൽ ഇവൾ വീഴാതിരിക്കില്ല. കളറില്ലെങ്കിലും ഇവളൊരു കാക്കത്തമ്പുരാട്ടിയല്ലേ, കാക്കത്തമ്പുരാട്ടി. അവൾ പതിവായി സൺബാത്ത് നടത്താറുള്ള ഇലകുഴിഞ്ഞ പഞ്ഞിമരക്കൊമ്പിൽ നേരത്തെ തന്നെ അവൻ സ്ഥാനം പിടിച്ചു. താമസിയാതെ അവൾ വന്നു. വിനയത്തിൻ്റെ പരമോന്നതിയിൽ നിന്നുകൊണ്ട് പാതി ഈറനണിഞ്ഞ മിഴികളോടെ വീർപ്പ് മുട്ടുന്ന ഹൃദയത്തോടെ അവൻ മൊഴിഞ്ഞു. ഇന്നലെ നീ കുറെ അഡ്വൈസുമായിട്ടെന്നെ ഇൻസൾട്ട് ചെയ്തതൊന്നും മറന്നിട്ടില്ല. കാണും ട്രാൻസ്ഫോർമറിൽ ഞാനുടൻ പിടിച്ചെന്നാൽ ഈ ക്ഷണം നിന്റെ മുൻപിൽ മരിച്ചു വീഴും. ഇന്നലെ നീ കുറെ അഡ്വൈസുമായിട്ടെന്നെ ഇൻസൾട്ട് ചെയ്തതൊന്നും മറന്നിട്ടില്ല. കാണും ട്രാൻസ്ഫോർമറിൽ ഞാനുടൻ പിടിച്ചെന്നാൽ ഈ ക്ഷണം നിന്റെ മുൻപിൽ മരിച്ചു വീഴും. മോഹങ്ങൾ ഏറെയുള്ള ജീവിതം തകർത്തിട ഹോമകുണ്ടത്തിൽ വേണൽ എടുത്തു ചാടാ. മോഹങ്ങളേറെയുള്ള ജീവിതം
ജീവിതം തകർത്തിടാൻ ഹോമകുണ്ടത്തിൽ വേണലെടുത്തു ചാടാം. വീട്ടുകാരെതിർത്താലും നാട്ടുകാരെതിർത്താലും പാസ്പോർട്ട് എടുത്തിടാൻ നീ കനിയുമെങ്കിൽ. വീട്ടുകാരെതിർത്താലും നാട്ടുകാരെതിർത്താലും പാസ്പോർട്ട് എടുത്തിടാൻ നീ കനിയുമെങ്കിൽ. ഇന്നലെ നീ കുറെ അഡ്വൈസുമായിട്ടെന്നെ ഇൻസൾട്ട് ചെയ്തതൊന്നും മറന്നിട്ടില്ല. ആ കാണും ട്രാൻസ്ഫോർമറിൽ ഞാനുടൻ പിടിച്ചെന്നാൽ ഈ ക്ഷണം നിന്റെ മുൻപിൽ മരിച്ചു വീഴും. പെണ്ണെ, നിന്നെ കണ്ട നിമിഷം മുതൽ എൻ്റെ ആഭാസ്ത്രങ്ങളൊക്കെ ഞാൻ കടിഞ്ഞാണിട്ട് കഴിഞ്ഞു. ഇനി ഞാനൊരു നല്ല കാക്കിയായി ജീവിതം കഴിക്കാൻ തീരുമാനിച്ചു. കുത്തഴിഞ്ഞ എൻ്റെ കഴിഞ്ഞകാല ജീവിതത്തിൽ നിന്ന് ഞാൻ ഒത്തിരി പഠിച്ചു. നീ എൻ്റേതാകുമെങ്കിൽ എൻ്റെ ജീവിതം ധന്യമാകും. ഇല്ലെങ്കിൽ അവൻ നെടുവേർപ്പിട്ട് പൊട്ടിക്കരഞ്ഞു. ചഞ്ചലചിത്തിയായി അവൾ വീട്ടിലേക്ക് പറന്നു. അന്ന് രാത്രിയിൽ ഒരുപോലെ കണ്ണടച്ചില്ല. പല കൂട്ടുകാരോടും കാക്ക നടത്തിയ പ്രേമാഭ്യർത്ഥനകൾ അവൾ പറഞ്ഞു. ഉറ്റ കൂട്ടുകാരിയും സാധുവുമായ കവളങ്കാളിയുടെ വാക്കിനെ വിശ്വസിച്ച് അവൾ, അതെ, നമ്മുടെ നായിക, നമ്മുടെ കാക്ക തമ്പുരാട്ടി കാക്കയുടെ സ്വന്തമാകുവാൻ തീരുമാനിച്ചു. കർക്കിടകത്തിലെ ഒരു കറുത്തവാവുന്നാൾ ഭേദഗിരി മലയിലെ ഒരു പനയുടെ മുകളിൽ വെച്ച് ബലിക്കാക്കകളുടെ സാന്നിധ്യത്തിൽ അവരുടെ വിവാഹം നടക്കുകയാണ്. തന്തു ഞാനേനും അപജീവന ഹേതുന ചേരും ഭവാനോട് ഭൈമി ഭൈം ഭവാനോട് കൃപ. ഇതിൽ ഞങ്ങൾ വേണ്ട എങ്ങനെയെങ്കിലൊക്കെ മര്യാദയ്ക്ക് ജീവിക്കുള്ളൂ. കൂട്ടുകാരുടെ അഭിനന്ദനങ്ങളും അനുമോദനങ്ങളും കഴിഞ്ഞ് ഒരു മിനി ടീ പാർട്ടിക്ക് ശേഷം സന്ധ്യയോടുകൂടി ദമ്പതികൾ കാക്കത്തുരുത്തിലെത്തി. സ്ഥിരമായി ചേക്കേറാറുള്ള അവന്റെ മരത്തിൽ ചെന്നപ്പോൾ അവർ അത്ഭുതപ്പെട്ടു പോയി. അവന്റെ കൂട്ടുകാർ ചേർന്ന് അവർക്കൊരു മണിയറ തീർത്തിരിക്കുന്നു. വലത് ചിറക് വിരിച്ച് വധുവരന്മാർ മണിയറയിലേക്ക് പറന്നു. നാണിച്ച് ആ മരത്തിന്റെ ഇലക്കൂട്ടങ്ങൾക്കിടയിൽ മറഞ്ഞിരുന്ന അവളുടെ സമീപത്ത് അവനും പോയിരുന്നു. ലജ്ജയിൽ മുങ്ങിയ അവളുടെ മുഖം ഉയർത്തിക്കൊണ്ട് അവൻ ചോദിച്ചു, എന്റെ കരിക്കട്ട കവളി, എന്നെ ഇഷ്ടപ്പെട്ടില്ല അല്ലേ? അങ്ങയോടുള്ള സ്നേഹം കൊണ്ടല്ലേ എൻ്റെ എല്ലാമെല്ലാമായ അച്ഛൻ എതിർത്തിട്ടും ഞാൻ അങ്ങയുടെ കൂടെ ജീവിതം പങ്കിടാൻ തീരുമാനിച്ചത്. ആ നിമിഷം മുതൽ പിന്നീടുള്ള ദിവസങ്ങൾ വിവാഹ ലഹരിയുടെയും ലജ്ജയുടെയും ആഹ്ലാദത്തിൻ്റെയും ആവേശത്തിൻ്റെയും നല്ല നാളുകളായിരുന്നു. വിവാഹം കഴിഞ്ഞ് അടുത്ത വെള്ളിയാഴ്ച രാവിലെ പതിവിലും നേരത്തെ അവൾ ഉറക്കമുണർന്നു. അവളുടെ പ്രിയതമനെ അവിടെ കാണുന്നില്ല. എവിടെ പോയി? ആ മരച്ചിലയിൽ ഇരുന്നു കൊണ്ട് നീട്ടി വിളിച്ചു. മറുപടിയില്ല. മണിക്കൂറുകളോളം അവിടെ തന്നെ കുത്തിയിരുന്നു. ഇതുവരെ അദ്ദേഹത്തെ കണ്ടില്ല. അയ്യോ, അദ്ദേഹത്തെ ഇതുവരെ കണ്ടില്ല. അയലത്തും പരിചയമുള്ള സ്ഥലത്തും പറന്ന് നടന്നവൾ വിളിച്ചു. യാതൊരു വിവരവുമില്ല. അദ്ദേഹത്തിന്റെ വരവും കാത്തവൾ ഊണും ഉറക്കവും ഉപേക്ഷിച്ച് ദിവസങ്ങളോളം കുത്തിയിരുന്നു. കണ്ടില്ല. തകർന്ന മനസ്സും നിറഞ്ഞ കണ്ണുകളുമായി ദുഃഖം കടിച്ചമർത്തിയവൾ പൊട്ടിക്കരഞ്ഞു. അവളുടെ അച്ഛൻ വരുന്ന കണ്ടപ്പോൾ അറിയാതെ അവൾ ഞെട്ടി. വിഷാദം താളം കെട്ടി നിൽക്കുന്ന മുഖത്തോടെ അച്ഛൻ അവളോട് പറഞ്ഞു, മോളെ, നീയാണിന്നൻ അത്താണി, മോളെ നീ എനിക്കൊന്നല്ലേ, നീയാണിന്നൻ അത്താണി, മോളെ നീ എനിക്കൊന്നല്ലേ, അച്ഛന്റെ വാക്കിനെ ധിക്കരിച്ചില്ലേ നീ അന്ന്, ആ ദുഷ്ടന്റെ വാക്കിൽ ഭ്രമിച്ച് തകർന്നില്ലേ ഇന്ന്. നീയാണെന്നത്താണി, മോളെ നീ എനിക്കൊന്നല്ലേ, അച്ഛന്റെ വാക്കിനെ ധിക്കരിച്ചില്ലേ നീ അന്ന്, ആ ദുഷ്ടന്റെ വാക്കിൽ ഭ്രമിച്ചു തകർന്നില്ലേ എന്ന്.
വിവാഹങ്ങൾ ശാശ്വതമാകില്ല, കാലമാടൻ നിന്നെ ഡൈവോഴ്സ് ചെയ്തോ. പന്തി കിടന്തേലും ഒപ്പിച്ച് വെച്ചിട്ട് പമ്പ കടക്കുമെന്നപ്പോഴേ തോന്നി. നാണക്കേടായില്ലേ, നാട്ടാരറിഞ്ഞില്ലേ, നാശം പിടിച്ചവൻ പോയോ, നിന്റെ ഫ്യൂച്ചർ തകർത്തേച്ചു പോയോ. ഓ നീയാണിന്നൻ അത്താണി മോളെ, നീ എനിക്കൊന്നല്ലേ, അച്ഛന്റെ വാക്കിനെ ധിക്കരിച്ചില്ലേ നീ അന്ന്, ആ ദുഷ്ടന്റെ വാക്കിൽ ഭ്രമിച്ച് തകർന്നില്ലേ. പഞ്ചശീല തത്വങ്ങളുടെ സത്തറിയാവുന്ന സാധുവായ ആ പിതാവ് ദുഃഖാർത്ഥയായ തൻ്റെ മകളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. നമ്മുടെ നായകനായ മണിയങ്കാക്ക പഴയ രഹസ്യകാമുകിയായ കുയിലിന്റെ വീട്ടിൽ വെച്ച് ശത്രുക്കളുടെ പിടിയിലായി. എടാ, എട്ടും പൊട്ടും തിരിയാത്ത പാവപ്പെട്ട കാക്കത്തമ്പുരാട്ടിയെ വശീകരിച്ച് വളച്ച് വിവാഹം കഴിച്ച് മധുവിധുവിന്റെ ചൂടും ലഹരിയും തീരുന്നതിന് മുൻപ് പഴയ കാമുകിയുടെ വീട്ടിൽ അന്തി ഉറങ്ങാൻ വന്നതാണ് അല്ലേടാ. പരന്തും പുള്ളും മൂങ്ങയും ചേർന്നവനെ മർദ്ദിച്ചു. അയ്യോ അയ്യോ. അഹങ്കാരിയും ആഭാസനുമായ അവൻ തൊഴുകൈയോടെ പറഞ്ഞു, അയ്യോ, നിങ്ങൾ വിചാരിക്കുന്ന ദുരുദ്ദേശത്തോടു കൂടിയൊന്നുമല്ല ഞാൻ വന്നത്. അയ്യോ, ഞാൻ കുയിലിനോടൊരു ചെറിയ സംശയം ചോദിക്കുമായിരുന്നു. അയ്യോ. പരുന്ത് അവന്റെ കഴുത്തിന് കുത്തിപ്പിടിച്ചുകൊണ്ട് ചോദിച്ചു, എന്ത് കാര്യമാടാ? രക്ഷപ്പെടാൻ വേണ്ടി ദയനീയ സ്വരത്തിൽ മണിയങ്കാക്ക ഒരു കളവ് പറഞ്ഞു. കേൾക്കൂ കുയിലേ, എൻ്റെ വോയിസ് ഒന്ന് തിരുത്താമോ? കേൾക്കൂ കുയിലേ, എൻ്റെ വോയിസ് ഒന്ന് തിരുത്താമോ? ബാസിലുള്ള ശബ്ദം മാറ്റി സ്വീറ്റിയാക്കി തീർക്കാമോ? കേൾക്കൂ കുയിലേ, എൻ്റെ വോയിസ് ഒന്ന് തിരുത്താമോ? ബാസിലുള്ള ശബ്ദം മാറ്റി സ്വീറ്റിയാക്കി തീർക്കാമോ? കേൾക്കൂ കുയിലേ, എൻ്റെ വോയിസ് ഒന്ന് തിരുത്താമോ? പിന്നീടുള്ള മർദ്ദനത്തിൽ നിന്നും രക്ഷപ്പെടാൻ നിവൃത്തിയില്ലാതെ അയ്യോ അയ്യോ ചിറകിട്ടടിച്ചു. പിടിവിട്ടപ്പോൾ പ്രാണരക്ഷാർത്ഥം ലക്ഷ്യമില്ലാതെ പറന്നു. ദിവസങ്ങൾക്ക് ശേഷം കുമരകത്തുള്ള ടൂറിസ്റ്റ് കോംപ്ലക്സിലെത്തി. ശ്വാസഗതി നിയന്ത്രിച്ച ശേഷം ഒരു ചെരിഞ്ഞ മരത്തിൻ്റെ ഏതോ ചിലയിൽ ചേക്കേറി. പക്ഷികൾ ചേക്കേറുന്ന സമയം കഴിഞ്ഞു. അപ്പോഴും വേമ്പനാട്ടുകായലിലെ ആവേശമുള്ള തിര ശമിച്ചിട്ടില്ല. അതുപോലെ തന്നെയായിരുന്നു അവൻ്റെ മനസ്സും. അങ്ങകലെ വേമ്പനാട്ടുകായലിൻ്റെ അങ്ങേക്കരയിൽ നോക്കത്താ ദൂരത്തുള്ള കടലിൻ്റെയും അക്കരെ വിളറിയ ചന്ദ്രൻ വിരളി പിടിച്ച് പമ്മി പമ്മി പൊങ്ങി വന്നു. നീലാകാശം കറുത്തിരുണ്ടു. കാർമേഘപാളികൾ കാരണമെന്നറിയാതെ കോപിച്ച് കവിളുകൾ വീർപ്പിച്ചു. ദുരാഗ്രഹിയായ അവൻ്റെ മനസ്സിൽ പുതിയ ആശയം രൂപം കൊണ്ടു. എനിക്ക് വെളുക്കണം, കളർ വയ്ക്കണം, കറുത്ത വർഗവുമായുള്ള ബന്ധം അവസാനിപ്പിക്കണം, കാക്കത്തുരുത്ത് പിടിച്ചടക്കണം. കുമരകം കോംപ്ലക്സിൽ പരിചയപ്പെട്ട ഒരു കൊക്കിനോട് അവൻ കാര്യമായി ചോദിച്ചു. ടൂറിസ്റ്റ് കോംപ്ലക്സിനുള്ളിൽ ചിറകിട്ടടിച്ചു പറക്കും വെള്ളക്കൊക്കേട്ട, കാണുന്നില്ലേ എന്നെ നോക്കുന്നില്ലേ, നിറം വൈറ്റായാലൻ ഗ്ലാമർ കൂടുകില്ലേ, കൂടുകില്ലേ. ടൂറിസ്റ്റ് കോംപ്ലക്സിനുള്ളിൽ ചിറകിട്ടടിച്ചു പറക്കും വെള്ളക്കൊക്കേട്ട, കാണുന്നില്ലേ എന്നെ നോക്കുന്നില്ലേ, നിറം വൈറ്റായാലൻ ഗ്ലാമർ കൂടുകില്ലേ, കൂടുകില്ലേ. എടോ, കാക്ക കുളിച്ചാൽ കൊക്കാകത്തില്ല. തനിക്ക് ആരുമില്ലാത്ത സ്ഥിതിക്ക് താൻ എൻ്റെ മരത്തെ വേണേ ചേക്കേറിച്ചു. പക്ഷേ ഈ ദുരാഗ്രഹമൊക്കെ കളയണം. ഇതൊന്നും അന്തസ്സുള്ളൊരു പക്ഷിക്ക് യോജിച്ചതല്ല. പ്രാണനാഥനെ കാണാതെ മാസങ്ങളോളം കണ്ണുനീരും കൈയുമായി കഴിഞ്ഞ നമ്മുടെ നായിക അദ്ദേഹത്തെ അന്വേഷിച്ച് പല സ്ഥലത്തും ചുറ്റിക്കറങ്ങി. പാതിരാമണലിൽ കണ്ടു പരിചയപ്പെട്ട ഒരു തത്തമ്മയുടെ വാക്ക് കേട്ടവൾ കുമരകം കോംപ്ലക്സ് ലക്ഷ്യമാക്കി പറഞ്ഞു. അവിടെ കണ്ട കുറെ പ്രാവുകളോട് അവൾ ഓടിച്ചും ചോദിച്ചു, എൻ്റെ ചേട്ടനെ കണ്ടോ? പ്രാവുകളെല്ലാം അന്തം വിട്ടു. നിന്റെ ചേട്ടൻ ആരാന്ന് ഞങ്ങൾ അങ്ങനെ അറിയുന്നത്? ഒരു കാലിൽ ചിലങ്കുള്ള ഒരു കാക്കയെ നിങ്ങൾ അറിയുമോ?
പ്രാവുകളിൽ ആരോ പറഞ്ഞു, ആരാ, മണിയങ്കാക്കയാണോ? അതെ, അത് തന്നെ എൻ്റെ ചേട്ടൻ. എൻ്റെ ചേട്ടൻ നിങ്ങൾ കണ്ടോ? എൻ്റെ ചേട്ടനെ അങ്ങനെയാണ് വിളിക്കുന്നത്, മണിയങ്കാക്കയെന്ന്. പ്രാവുകൾ പറഞ്ഞു, ഞങ്ങൾ അവനെ വിളിക്കുന്നത് വായി നോക്കിന്ന. അയ്യോ, എൻ്റെ ചേട്ടൻ എവിടെയാ, ഒന്ന് പറഞ്ഞു തരുമോ? ഒരാഴ്ചയായിട്ട് വിളിക്കൊന്നും കാണുന്നില്ല. ആരോ എറിഞ്ഞ് കാലൊടിക്കുന്നോ? അല്ല, പറഞ്ഞു കേട്ടതാ. എൻ്റെ ചേട്ടൻ എവിടെയാണെന്ന് ഒന്ന് പറഞ്ഞു തരുമോ? പെണ്ണേ, ഇവിടെ നിന്ന് 4 ഏക്കർ പറഞ്ഞു ചെല്ലുമ്പോൾ ഈ താമരപ്പൊയ്ക്ക് തീരും. അതിൻ്റെ തെക്ക് ഭാഗത്ത് ഏതെങ്കിലും മരത്തിൽ കാണും. അവൾ ആവേശത്തോടെ പറഞ്ഞു ചെല്ലുമ്പോൾ ഒരു ശീമക്കൊന്ന മരത്തിന്റെ ചില്ലയിലിരിക്കുന്ന പ്രാണനാഥനെ കണ്ട് അവൾ പൊട്ടിക്കരഞ്ഞു. ചേട്ടാ! ഒരു കൊച്ചു മനസ്സുമായി കരഞ്ഞും കൊണ്ടവിടത്തെ അരികിൽ ഞാനൊന്ന് വന്നോട്ടെ. ഒരു കൊച്ചു മനസ്സുമായി കരഞ്ഞും കൊണ്ടവിടുത്തെ അരികിൽ ഞാനൊന്നു വന്നോട്ടെ. ഒരു നോക്കു കാണാൻ, ഒരു വാക്കു ചൊല്ലാൻ, ഒടിഞ്ഞ ഈ കാലിന്മേൽ കുഴമ്പിടാം ഞാൻ. ഒരു കൊച്ചു മനസ്സുമായി കരഞ്ഞും കൊണ്ടവിടുത്തെ അരികിൽ ഞാനൊന്നു വന്നോട്ടെ. വട്ടം ഒടിഞ്ഞൊര കാലിന്മേലിന്ന് കെട്ടിപ്പിടിച്ചൊന്ന് പൊട്ടിക്കരയാൻ. വട്ടം ഒടിഞ്ഞൊര കാലിന്മേലിന്ന് കെട്ടിപ്പിടിച്ചൊന്ന് പൊട്ടിക്കരയാൻ. മുട്ടോളം നീരുമായി ചട്ടി നടക്കുന്ന ചേട്ടന്റെ അസ്ഥിക്ക് പൊട്ടലുണ്ടല്ലോ. ഒരു കൊച്ചു മനസ്സുമായി കരഞ്ഞും കൊണ്ടവിടത്തെ അരികിൽ ഞാനൊന്ന് വന്നോട്ടെ. ഒരു നോക്കു കാണാൻ, ഒരു വാക്കു ചൊല്ലാൻ, ഒടിഞ്ഞ ഈ കാലിന്മേൽ കുഴമ്പിടാം ഞാൻ. ഒരു കൊച്ചു മനസ്സുമായി കരഞ്ഞും കൊണ്ടവിടത്തെ അരികിൽ ഞാനൊന്ന് വന്നോട്ടെ. ചേട്ടാ, എന്നെ മറന്നുപോയോ? അവന്റെ കാലിൽ പിടിച്ച് പൊട്ടിക്കരയുന്ന കാക്കത്തമ്പുരാട്ടിയെ കണ്ട് അടുത്തിരുന്നൊരു കൊക്ക് ചോദിച്ചു, എടോ, ഇതാരാ? തന്റെ ബന്ധുക്കളിൽ ആരെങ്കിലും ആണോ? മണിയൻ കാക്ക ശബ്ദിച്ചില്ല. ഇവിടേക്ക് തിടുക്കത്തിൽ പറക്കാൻ ശ്രമിച്ചപ്പോൾ കൊക്ക് തടഞ്ഞു. താൻ അവിടെ ഇരി. കാൽ പിടിച്ച് കരഞ്ഞിരിക്കുന്ന കാക്കത്തമ്പുരാട്ടിയോട് ചോദിച്ചു, എടി കൊച്ചേ, നീ ഏതാ? കരഞ്ഞ് കലങ്ങിയ കണ്ണുകളുമായി അവൾ കൊക്കിനോട് പറഞ്ഞു, എന്റെ കൊക്കേട്ട, 7 ചകിരിത്തുരുമ്പും പിരിച്ച് വേദഗിരി മലയിൽ വെച്ച് എന്നെ വിവാഹം കഴിച്ച എന്റെ പൊന്നു ചേട്ടനാണ് ഈ മണിയൻ ചേട്ടൻ. കൊക്ക് ഗൗരവമായി മണിയനെ ഒന്ന് നോക്കി. ആ നോട്ടത്തിന് അഗ്നിയുടെ ചൂടുണ്ടായിരുന്നു. മണിയൻ കാക്ക തല കുനിച്ചു. എങ്കിലും തന്നെ സമ്മതിക്കണം. താൻ എന്നോട് പറഞ്ഞു തനിക്ക് ആരുമില്ല, അവിവാഹിതനാണെന്നൊക്കെ. കാക്കത്തമ്പുരാട്ടിയുടെ മനസ്സിൽ കനൽക്കട്ട എരിയുന്ന പോലെ തോന്നി. എടോ, ഇവൾ പാവമാണ്, ശുദ്ധയാണ്, ഹൃദയശുദ്ധിയുള്ളവളാണ്. ഇവൾക്ക് സൗന്ദര്യമില്ലേ? ഭർത്താവിനെ ദൈവത്തെ പോലെ കാണുന്ന ദേവതയല്ലേ ഇവൾ? അപ്പോഴും കാക്കത്തമ്പുരാട്ടി തേങ്ങിക്കരഞ്ഞു. നന്നേ ക്ഷണിച്ചിരിക്കുന്ന അവളെ നോക്കി കൊക്കു പറഞ്ഞു, പെണ്ണേ, നിനക്ക് വിശക്കത്തെങ്കിൽ വാ. അവന് വിശപ്പൊന്നുമില്ല. വൈകുന്നേരം അവൻ 2-3 മുഴുത്ത പാരലടിച്ചതാ. വേണ്ട കൊക്കേട്ട, എനിക്ക് ക്ഷീണമാണ്, വയ്യ. ആകെ ക്ഷീണമ, മൂട് മോശമ കൊക്കേട്ട. ഞാൻ വല്ലോം കഴിച്ചാൽ വയറ്റിലെത്തി കഴിഞ്ഞാൽ എരിച്ചില. പെയ്ന പെയ്ന പെയ്ന. ആകെ ക്ഷീണമ, മൂട് മോശമ കൊക്കേട്ട. ഞാൻ വെള്ളം കഴിച്ചാൽ വയറ്റിലെത്തി കഴിഞ്ഞാൽ എരിച്ചില. പെയ്ന പെയ്ന പെയ്ന.
എന്റെ കാലു കണ്ടോ പിത്തശൂല പിടിച്ചൊരു കാല് പോലെ എന്റെ വാല് കണ്ടോ വാല് തൂവലുണ്ടോ തേഞ്ഞു തീർന്ന കുറ്റിച്ചൂലു പോലെ കാല് കണ്ടോ പിത്തശൂല പിടിച്ചൊരു കാല് പോലെ എന്റെ വാല് കണ്ടോ വാല് തൂവലുണ്ടോ തേഞ്ഞു തീർന്ന കുറ്റിച്ചൂലു പോലെ ചേട്ടനെ ഇണക്കിയിടുവാൻ എന്ത് വഴി നീ വാ നീ വാ നീ വാ ആകെ ക്ഷീണമാ മൂട് മോശമാ കൊക്കേട്ടാ ഞാൻ വല്ലോം കഴിച്ചാൽ വയറ്റിലെത്തി കഴിഞ്ഞ തീർച്ചില്ല പെയ്ന പെയ്ന പെയ്ന. ഞാനില്ല കൊക്കേട്ട, കൊക്കേട്ടൻ പോയിട്ടുള്ളൂ. കൊക്ക് പറന്നുപോയ ഉടൻ തന്നെ കാക്കത്തമ്പുരാട്ടി മണിയോട് ചോദിച്ചു, ചേട്ടാ കാലിന് നല്ല വേദനയുണ്ടോ? എങ്ങനെയാണ് ഇത് സംഭവിച്ചത്? ചേട്ടൻ ഇങ്ങനെ ഇവിടെ ഇരിപ്പായിട്ട് എത്ര നാളായി? അവൻ ശബ്ദിച്ചില്ല. ചേട്ടന് എന്നോട് പിണക്കമാണോ? ചേട്ടാ ഞാൻ എന്ത് തെറ്റ് ചെയ്ത്? ചേട്ടന് എവിടെയൊക്കെ ഞാൻ അന്വേഷിച്ചെന്നറിയാമോ? നാട്ടിൽ മുഴുവനും 2-3 ആഴ്ച ചുറ്റിക്കിറങ്ങി. മുഹമ്മയിലും ചേർത്തലയിലും അന്വേഷിച്ചു. ആലപ്പുഴയ്ക്ക് പോകാൻ ഒരുങ്ങിയതാ. പക്ഷേ പാതിരാമണയിൽ കൂടി അന്വേഷിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അവിടെ വെച്ചേ ഒരു തത്തമ്മ പറഞ്ഞു കാലിൽ ചിലങ്ക വെച്ച് കെട്ടിയ ഒരു കാക്ക കുറച്ചുനാൾ മുമ്പ് ഇതിലെ പറന്നു പോകുന്ന ശബ്ദം കേട്ടെന്ന്. പിന്നെ താമസിച്ചില്ല, ഇവിടേക്ക് പറഞ്ഞു. കാലിൽ ഈ ഒടിവ് എങ്ങനെ സംഭവിച്ചു? ഇതോ ഇത് കുറച്ച് ആഹാരം അന്വേഷിച്ച് പോയതാ. അപ്പോൾ വള്ളിനി കേറിട്ട പയ്യന്റെ കയ്യിലുള്ള ഏക്കൊരെണ്ണം കൊത്തിയെടുത്തു. പയ്യൻ കരഞ്ഞപ്പോ പയ്യന്റെ അപ്പൻ വന്നു. കല്ലെടുത്തെറിഞ്ഞൊടിച്ചതാ, കാല് കല്ലെടുത്തെറിഞ്ഞൊടിച്ചതാ. പള്ളിനി കേറിട്ട പയ്യന്റെ കയ്യിലുള്ള കേക്കൊരെണ്ണം കൊത്തിയെടുത്തു. പയ്യൻ കരഞ്ഞപ്പം പയ്യന്റെ അപ്പൻ വന്നു. കല്ലെടുത്തെറിഞ്ഞൊടിച്ചതാ, കാല് കല്ലെടുത്തെറിഞ്ഞൊടിച്ചതാ. ഞാനവന്റെ കൊച്ചിന്റെ തലയിൽ ഞോണ്ടി കാലൊടിഞ്ഞ ദേശത്തിൽ ആ മൂടിൽ ആ ഞോണ്ടൽ ശരിക്കേറ്റു. കാറിക്കൊണ്ടോടി ആ കൊച്ച് എന്റെ കാലൊരാഴ്ച അനങ്ങിയിട്ടില്ല. ആഹാഹാ ആഹാഹാ ആഹാഹാ. വള്ളിനിക്കരട്ട പയ്യന്റെ കയ്യിലുള്ള കേക്കൊരെണ്ണം കൊത്തിയെടുത്തു. പയ്യൻ കരഞ്ഞപ്പോ പയ്യന്റെ അപ്പൻ വന്നു. കല്ലെടുത്തെറിഞ്ഞൊടിച്ചതാ, കാല് കല്ലെടുത്തെറിഞ്ഞൊടിച്ചതാ. പെണ്ണേ, നീ ഒരു ഉപകാരം ചെയ്യണം. എന്താ ചേട്ടാ? എൻ്റെ കാലെറിഞ്ഞൊടിച്ച് അവൻ്റെ വീട്ടിൽ ചെല്ലണം. അവിടെ ചെന്നിട്ട് അവൻ്റെ മക്കൾ കാണും. അവരുടെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും. അത് പ്രാണിൽ കൊത്തിക്കൊണ്ടുവരണം. ആ കുഞ്ഞുങ്ങളെ കൊണ്ട് ഒരു സാധനം പോലും തീറ്റിക്കരുത്. ഇതെൻ്റെ അടങ്ങാത്ത ആഗ്രഹമാണ്, ആവേശമാണ്. നീ ഇത് സാധിച്ചു തരില്ലേ? ചേട്ടാ ഞാൻ ശ്രമിക്കാം. എവിടെയാ വീട്? തനിക്ക് പോവണ്ട, ഞാനും വരാം. മണിയൻ തികച്ചും സന്തോഷവനായിരുന്നു. അതിന് കടന്ന സ്നേഹവും ലാളനയും അവൾക്ക് നൽകി. ഇരുവരും പറന്നുയർന്നു. ചേട്ടാ എനിക്ക് ശരിക്കും റാഞ്ചാൻ അറിയത്തില്ല. ഇങ്ങനെയൊക്കെയല്ലേ പഠിക്കേണ്ടത്. ദാ ആ കാണുന്നതാണ് വീട്. ശ്രമിക്കൂ ചേട്ടാ, എനിക്ക് വല്ലാത്ത ഭയം തോന്നുന്നു. പെണ്ണേ, ഞാനല്ല പറഞ്ഞത്, വേഗം ചെല്ല്. ചേട്ടാ എനിക്ക് പേടിയാണ്. ഇനി ഒരു ദിവസം ഇല്ല, ഇല്ലെങ്കിൽ നമ്മുടെ ബന്ധം ഇവിടെ കൊണ്ട് അവസാനിച്ചു. അയ്യോ ചേട്ടാ, എന്റെ ചേട്ടൻ അങ്ങനെ പറയരുത്. എന്നാൽ വേഗം ചെല്ല്. ഞാൻ പോകാം ചേട്ടാ, ഞാൻ പോകാം.
മഞ്ചാടിക്കൊമ്പിൽ പതുങ്ങിയിരുന്നാൽ താഴെ, മഞ്ചാടിക്കൊമ്പിൽ പതുങ്ങിയിരുന്നാൽ താഴെ, വീടിനുള്ളിലുള്ള ഊണുമേശയും കാണാം കാണാം. മഞ്ചാടിക്കൊമ്പിൽ പതുങ്ങിയിരുന്നാൽ താഴെ, മഞ്ചാടിക്കൊമ്പിൽ പതുങ്ങിയിരുന്നാൽ താഴെ, വീട്ടിനുള്ളിലുള്ള ഊണുമേശയും കാണാം കാണാം. മഞ്ചാടിക്കൊമ്പിൽ മുറ്റത്തൊരു പയ്യൻ നിൽപ്പൂ കയ്യിൽ ബ്രെഡുമായി, മുറ്റത്തൊരു പയ്യൻ നിൽപ്പൂ കയ്യിൽ ബ്രെഡുമായി, പമ്മിച്ചെന്നു പ്ലാനിൽ നീ തോണ്ടിക്കോ. കിട്ടിയാലോ മോഡൻ ബ്രെഡല്ലേ. മഞ്ചാടിക്കൊമ്പിൽ പതുങ്ങിയിരുന്നാൽ താഴെ, മഞ്ചാടിക്കൊമ്പിൽ പതുങ്ങിയിരുന്നാൽ താഴെ, വീട്ടിനുള്ളിലുള്ള ഊണുമേശയും കാണാം കാണാം. മഞ്ചാടിക്കൊമ്പിൽ അവൾ സകല ദൈവത്തെയും വിളിച്ചു മടിച്ചു താഴേക്ക് പറന്നു. പയ്യന്റെ കയ്യിലെ ബ്രെഡിൽ കുത്തി. പക്ഷേ അത് ബ്രെഡായിരുന്നില്ല, അത് റൊട്ടിയായിരുന്നില്ല. റൊട്ടിയുടെ മോഡലുള്ള പലകയുടെ കഷ്ണത്തിൽ മുഴുവൻ ചക്കയിറക്കായിരുന്നു. ചക്കയിറക്ക് പറയുന്നില്ല. നിലത്ത് വെച്ച് കാലുകൊണ്ട് അമർത്തി വലിച്ചു. കാലിലെ വിരലുകളിൽ അരക്ക് പറ്റിപ്പിടിച്ചു. കാലും പറയുന്നില്ല. ചിറകിട്ടടിച്ച് കരഞ്ഞു. പക്ഷേ നിമിഷത്തിനുള്ളിൽ ആ വീട്ടിലുള്ളവരുടെ കയ്യിൽ അവൾ അകപ്പെട്ടു കഴിഞ്ഞു. ഭയന്ന് വിറച്ച അവൾ മഞ്ചാടി മരത്തിലേക്ക് നോക്കി ഞെട്ടിത്തെറിച്ചു പോയി. അവിടെയെങ്ങും അവളുടെ പ്രിയപ്പെട്ട ചേട്ടന്റെ പൊടി പോലുമില്ല. ചേട്ടാ, ചേട്ടാ, മണിയൻ ചേട്ടാ, കാക്കേട്ടാ. ആ വിളി അന്തരീക്ഷത്തിൽ മുഴങ്ങി. ഒന്നല്ല, പല പ്രാവശ്യം, പല ദിവസം. ആ വീട്ടുടമ അവളുടെ ചിറകിന്റെ തൂവലിന്റെ പകുതിയും വാലിന്റെ പകുതിയും ക്ഷണത്തിൽ മുറിച്ചു. കുട്ടികൾ ആർത്തു ചിരിച്ചു. ഒരു കൗതുക പക്ഷിയായി കാക്കത്തമ്പുരാട്ടി മാറിക്കഴിഞ്ഞു. അല്ല, മാറ്റിക്കഴിഞ്ഞു. ചിറക് മുറിഞ്ഞ കാക്കത്തമ്പുരാട്ടി പറന്നു വരാൻ ശ്രമിക്കുന്നത് കണ്ട് വീട്ടിലുള്ളവരും കൂട്ടം കൂടി നിന്നവരും ചിരിച്ചു, പൊട്ടിച്ചിരിച്ചു. എല്ലാം നഷ്ടപ്പെട്ട അവൾ പറന്നടക്കുന്ന പക്ഷികളെ നോക്കി കരഞ്ഞു. അവളുടെ നിലവിളി കേട്ട് പറന്നു എന്ന കൊക്കിനെ കണ്ടപ്പോൾ അവൾ ഹൃദയം പൊട്ടിക്കരഞ്ഞുപോയി. എന്റെ കാലക്കേടുകൊണ്ടി കെണിയിൽ വീണു, അവരെന്റെ കാലിൽ കമ്പി കൊണ്ടൊരു കുരുക്കു തീർത്ത്. എന്റെ കാലക്കേടുകൊണ്ടി കെണിയിൽ വീണു, അവരെന്റെ കാലിൽ കമ്പി കൊണ്ടൊരു കുരുക്കു തീർത്തു. എന്റെ കാലക്കേടുകൊണ്ടി കെണിയിൽ വീണു. എന്റെ ബോഡി നാളെയൊത്താൽ വറുത്തടിക്കും സ്വന്തം മൂത്തമോടെ മോന്തയിലെ കാരമായുവാ. എന്റെ തൂവൽ പറിച്ചെടുത്ത് ചെവിയിലിട്ട് അവരെന്നെ നോക്കി വാവൊളിച്ച് സുഖിച്ചിരുന്നു. ഓ സുഖിച്ചിരുന്നു. ഓ ഓ എന്റെ കാലക്കേടുകൊണ്ടി കെണിയിൽ വീണു, അവരെന്റെ കാലിൽ കമ്പി കൊണ്ടൊരു കുരുക്കു തീർത്തു. എന്റെ കാലക്കേടുകൊണ്ടി കെണിയിൽ വീണു. ചേട്ടന്റെ കാക്കത്തമ്പുരാട്ടിയാണ് വിളിക്കുന്നത്.
അവളുടെ ദീനരോധനം കേട്ട് ഹൃദയം തകർന്ന കൊക്കിനും മറ്റു പക്ഷികൾക്കും നിസ്സഹായതയോടെ നോക്കി നിൽക്കുവാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ. ദിവസങ്ങൾ കഴിഞ്ഞു. അവളുടെ എല്ലാമായ മണിയേട്ടൻ മനഃപൂർവ്വം അവളെ ചതിക്കുകയായിരുന്നെന്ന് അവൾക്ക് മനസ്സിലായി. എന്റെ നാട്ടിൽ നിന്നും എന്നെ അടിച്ച് പുറത്താക്കിയവനോട് അവന്റെ മകളിലൂടെ ഞാൻ പകരം വീട്ടി എന്റെ ആഗ്രഹങ്ങൾക്ക് വിലങ്ങ് തടിയായി നിൽക്കുന്ന എല്ലാവരെയും ഞാൻ നശിപ്പിക്കും. അങ്ങനെ എന്റെ ഏറ്റവും വലിയ ശത്രുവിന്റെ മകളായ കാക്കത്താമ്പുരാട്ടിയുടെ ശല്യവും എന്നേക്കുമായി അവസാനിച്ചു. അവളും കുരുക്കിലായി. എനിക്ക് ലക്ഷ്യമുണ്ട്, എനിക്ക് മോഹമുണ്ട്, എനിക്ക് ലക്ഷ്യസ്ഥാനത്തേക്ക് കുതിക്കണം. ഈ നശിച്ച കളറൊന്ന് മാറ്റണം. മാറാമോന്ന് ഞാനും നോക്കട്ടെ. യാതൊന്നും സംഭവിച്ചിട്ടില്ലാത്തവനെ പോലെ കൊക്കിനോട് യാത്ര പോലും ചോദിക്കാതെ കണ്ട് പഴയൊരു സുഹൃത്തായ ഉപ്പന്റെ മരത്തിൽ കാക്ക രഹസ്യമായി ചേക്കേറി രഹസ്യമായിട്ട് ഉപ്പനോട് ചോദിച്ചു, ഉപ്പനറിയുമോ പാർലറ്, കളർ വേറെയാക്കുന്ന പാർലറ്, ഏതൊരു മോന്തയും ഗ്ലാമറാക്കിയിടുന്ന സിറ്റിക്കുള്ളിൽ ബ്യൂട്ടി പാർലറ്. ഉപ്പനറിയുമോ പാർലറ്, കളർ വേറെയാക്കുന്ന പാർലറ്, ഏതൊരു മോന്തയും ഗ്ലാമറാക്കിയിടുന്ന സിറ്റിക്കുള്ളിൽ ബ്യൂട്ടി പാർലറ്. ബ്യൂട്ടീഷ്യനാണെങ്കിൽ ബ്യൂട്ടിയിൽ ബ്യൂട്ടി, മുതുക്കിയെ പോലും യുവതിയാക്കും. ബ്യൂട്ടീഷ്യനാണെങ്കിൽ ബ്യൂട്ടിയിൽ ബ്യൂട്ടി, മുതുക്കിയെ പോലും യുവതിയാക്കും. അവരുടെ അഡ്രസ് തൻ കയ്യിലുണ്ടെന്ന് കോംപ്ലക്സിൽ വന്നവർ പറഞ്ഞു കേട്ടു. ഉപ്പനറിയുമോ പാർലറ്, കളർ വേറെയാക്കുന്ന പാർലറ്, ഏതൊരു മോന്തയും ഗ്ലാമറാക്കിയിടുന്ന സിറ്റിക്കുള്ളിൽ ബ്യൂട്ടി പാർലറ്. ഉപ്പനറിയുമോ പാർലറ്, കളർ വേറെയാക്കുന്ന പാർലറ്. എന്റെ മണിയൻ ചേട്ടാ, എനിക്കിതിനെക്കുറിച്ചൊന്നും യാതൊരു വിവരവുമില്ല. പിന്നെ പല പെണ്ണുങ്ങളും എവിടെയൊക്കെയോ കയറി ഇറങ്ങി പല രൂപത്തിലും ഷേപ്പിലും നടക്കുന്നത് കണ്ടിട്ടുണ്ട്. അല്ല, കാക്കേട്ടൻ കളറും രൂപവും മാറി നടന്നിട്ട് എന്താ കാര്യം? പല കൂട്ടിലും കയറി പല പക്ഷികളെയും നശിപ്പിച്ചിട്ട് എന്താ കാര്യം കാക്കേട്ടാ? കാക്കേട്ടാ, ഈശ്വരൻ ഇതിനൊക്കെ കടുത്ത ശിക്ഷ തരും കേട്ടോ. വാലും ചിറകും മുറിച്ച് ബന്ധനത്തിൽ കിടക്കുന്ന ചേട്ടൻ്റെ ഭാര്യയെ പോയി സമാധാനിപ്പിക്കൂ. അതല്ലേ നല്ലത്. ചേട്ടനെ കൊണ്ട് അവരെ ഉടൻ രക്ഷപ്പെടുത്താൻ സാധിക്കത്തില്ല എന്നറിയാം. എങ്കിലും അവരുടെ മനസമാധാനത്തിന് ഒരു ദിവസം 2 നേരമെങ്കിലും ആ മഞ്ചാടിക്കുമ്പിൽ പോയിരുന്ന് അവരെ ഒന്ന് സമാധാനിപ്പിക്കൂ. അതല്ലേ നല്ലത്. എടോ ഉപ്പ, എടാ, ചത്ത് കഴിഞ്ഞാൽ പിന്നെ ജീവിക്കാൻ പറ്റത്തില്ല. ജീവിക്കുമ്പോൾ സുഖിച്ച് ജീവിക്കണം. താൻ വരുന്നെങ്കിൽ വാ, എനിക്കിനി ലക്ഷ്യങ്ങളുണ്ട്. ഒരു കാക്കത്തമ്പുരാട്ടി. വെളുക്കാനായി ശ്രമിച്ചിടും ഞാൻ, വൈറ്റായാൽ വെയിറ്റിടും ഞാൻ. ഗ്ലാമർ കൂടുതൽ വെച്ചാലെന്നെ ഉടൻ ദേശീയ പക്ഷിയായി തിരഞ്ഞെടുക്കും. വെളുക്കാനായി ശ്രമിച്ചിടും ഞാൻ, വൈറ്റായാൽ വെയിറ്റിടും ഞാൻ. ഗ്ലാമർ കൂടുതൽ വെച്ചാലെന്നെ ഉടൻ ദേശീയ പക്ഷിയായി തിരഞ്ഞെടുക്കും. വെളുക്കാനായി ശ്രമിച്ചിടും ഞാൻ, വൈറ്റായാൽ വെയിറ്റിടും ഞാൻ.
കറുത്ത കളറാണേലും എടി എറണ്ടേ ഏ? ഈ ബ്യൂട്ടി പാർലർ എവിടെയാ? എനിക്കറിയത്തില്ല. പോ വരട്ടെ. കറുത്ത കളറാണേലും എനിക്കുമില്ലേ മോഹം, നാശമി കളറൊന്നു മാറിയില്ലേ, എന്നെ ബേഡ്സുകളാരും മയന്തത്തില്ല. വൈറ്റടിച്ച് നടക്കും, കളർ പെയിന്റ് അടിച്ചു നടക്കും, വേണ്ടി വന്നാൽ പോറിൽ പോൽ സർജറി ചെയ്യും. വെളുക്കാനായി ശ്രമിച്ചിടും ഞാൻ, വൈറ്റായാൽ വെയിറ്റിടും ഞാൻ. ഗ്ലാമർ കൂടുതൽ വെച്ചാലെന്നെ ഉടൻ ദേശീയ പക്ഷിയായി തിരഞ്ഞെടുക്കും. വെളുക്കാനായി ശ്രമിച്ചിടും ഞാൻ, വൈറ്റായാൽ വെയിറ്റിടും ഞാൻ. കാക്കയുടെ ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണം ഉപ്പനും കൂട്ടിനുണ്ട്. കുമരകം കോംപ്ലക്സിനോട് യാത്ര പറഞ്ഞു. മഞ്ചാടി മരത്തിന്റെ മുകളിലൂടെ പറക്കുമ്പോൾ താഴെ വീട്ടിൽ നിന്നും ചേട്ടാ ചേട്ടാ എന്നുള്ള വിളി മുഴങ്ങി കേട്ടു. പക്ഷേ അവനതൊന്നും മൈൻഡ് ചെയ്തില്ല. ആലപ്പുഴ വഴിയായിരുന്നു അവന്റെ യാത്ര. ഉപ്പൻ ചോദിച്ചു, മണിയേട്ടാ, ചേട്ടന്റെ ഭാര്യയുടെ ശബ്ദമല്ലേ അത്? ഓ ഭാര്യ, എടാ ഒരു പ്രതികാരത്തിന് വേണ്ടി ഞാൻ വിവാഹം കഴിച്ചെന്നേ ഉള്ളൂ. എത്രയോ പക്ഷികളുടെ കൂടെ ഇവളേക്കാൾ കൂടുതൽ ഞാൻ ജീവിച്ചിരിക്കുന്നു. അവർക്കാർക്കും ഇത്രയും വേവലാതിയോ വെപ്രാളമോ ഒന്നുമില്ല. അവറ്റകൾ ഇന്നും നിശബ്ദയായി കഴിയുന്നു. മൈലുകൾ താണ്ടിയപ്പോൾ, മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ കാക്ക പറഞ്ഞു, ഡാ നമുക്കല്പം റെസ്റ്റ് എടുത്തിട്ട് പറക്കാം, ചിറക് കുഴയുന്നു. കറുപ്പും വെളുപ്പുമുള്ള ഒരു ബോർഡിൽ അവർ ഇരുന്നു. ഉപ്പൻ എവിടേക്കോ നോക്കിയിട്ട് സംശയത്തോട് ചോദിച്ചു, ചേട്ടാ ഷാപ്പിന്റെ ഉള്ളിൽ 4-5 പേരുടെ മുന്നിൽ, ചേട്ടാ ഷാപ്പിന്റെ ഉള്ളിൽ 4-5 പേരുടെ മുന്നിൽ, വെള്ള നിറത്തിലൊഴിക്കും ഗ്ലാസിന്റെ ഉള്ളിൽ എന്താ കള്ളാണോ? ചേട്ടാ ഷാപ്പിന്റെ ഉള്ളിൽ 4-5 പേരുടെ മുന്നിൽ, ചേട്ടാ ഷാപ്പിന്റെ ഉള്ളിൽ 4-5 പേരുടെ മുന്നിൽ, വെള്ള നിറത്തിലൊഴിക്കും ഗ്ലാസിന്റെ ഉള്ളിൽ എന്താ കള്ളാണോ? ഓ ചേട്ടാ ഷാപ്പിന്റെ ഉള്ളിൽ. ഗന്ധമെ വിടുന്നു കാറ്റിൽ വരുന്നേ, തലയ്ക്ക് ശരിക്ക് മത്തു പിടിക്കുന്ന സ്മെല്ല് വരുന്നേ, ശരിയാ? കുളിച്ച ഗന്ധമെ വിടുന്നോ കാറ്റിൽ വരുന്നേ, തലയ്ക്ക് ശരിക്ക് മത്തു പിടിക്കുന്ന സ്മെല്ല് വരുന്നേ, ശരിയാ? അടുത്ത തെങ്ങിലെങ്ങാനും ചത്തുണ്ടോ നോക്കിയിടാം, ദേശമടിച്ചിടാം, ക്ഷീണമകറ്റിയിടാം. ചേട്ടാ ഷാപ്പിന്റെ ഉള്ളിൽ 4-5 പേരുടെ മുന്നിൽ, ചേട്ടാ ഷാപ്പിന്റെ ഉള്ളിൽ 4-5 പേരുടെ മുന്നിൽ, വെള്ള നിറത്തിലൊഴിക്കും ഗ്ലാസിന്റെ ഉള്ളിൽ എന്താ കള്ളാണോ? ഓ ചേട്ടാ ഷാപ്പിന്റെ ഉള്ളിൽ 4-5 പേരുടെ മുന്നിൽ, ചേട്ടാ ഷാപ്പിന്റെ ഉള്ളിൽ 4-5 പേരുടെ മുന്നിൽ, വെള്ള നിറത്തിലൊഴിക്കും ഗ്ലാസിന്റെ ഉള്ളിൽ എന്താ കള്ളാണോ? ചെത്തുകള്ളിന്റെ ലഹരിയിൽ ഇരുവരും അടുത്തുള്ള ഒരു പനയുടെ മുകളിൽ അന്തി ഉറങ്ങി. പിറ്റേ ദിവസം ഒരു ഹോട്ടലിന്റെ പുറകിലുള്ള ഓടയിൽ നിന്നും ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞ് അവർ യാത്ര തുടർന്നു. ലഞ്ച് യാത്രാമധ്യയുള്ള ഒരു കല്യാണ വീട്ടിലായിരുന്നു. സന്ധ്യ മയങ്ങാറായപ്പോൾ ഉപ്പന്റെ ഒരകന്ന സഹോദരിയുടെ മരത്തിൽ ചേക്കേറി. സഹോദരനെയും കൂട്ടുകാരനെയും ഒരു കോഴിത്തല കൊടുത്ത് സ്വീകരിച്ചുകൊണ്ട് സഹോദരിയായി ഉപ്പ് ചോദിച്ചു, യാത്രയൊക്കെ സുഖമായിരുന്നോ ചേട്ടാ? ഉടൻ ഉപ്പൻ പറഞ്ഞു, കണ്ടുനില വണ്ടി കണ്ടു, നീണ്ടകരയിൽ ഞണ്ട് കണ്ടു, പെങ്ങളേ പെങ്ങളേ. 2 നില വണ്ടി കണ്ടു, നീണ്ടകര ഞണ്ട് കണ്ടു, പെങ്ങളേ പെങ്ങളേ. കുണ്ടറയിലെ ഫാക്ടറിയിൽ അണ്ടികേറ്റും വണ്ടി കണ്ടു, പെങ്ങളേ പെങ്ങളേ. കുണ്ടറയിലെ ഫാക്ടറിയിൽ അണ്ടികേറ്റും വണ്ടി കണ്ടു, പെങ്ങളേ പെങ്ങളേ. 2 നില വണ്ടി കണ്ടു, നീണ്ടകരയിൽ ഞണ്ട് കണ്ടു, പെങ്ങളേ പെങ്ങളേ. കുണ്ടറയിലെ ഫാക്ടറിയിൽ അണ്ടികേറ്റും വണ്ടി കണ്ടു, പെങ്ങളേ പെങ്ങളേ.
ഏതാണ്ടൊരു പാളത്തിൽ തുടൽ പോലെ നിരനിരയായി പാഞ്ഞുപോകും വണ്ടി കണ്ടൻ പെങ്ങളെ. ഏതാണ്ടൊരു പാളത്തിൽ തുടൽ പോലെ നിരനിരയായി പാഞ്ഞു പോകും വണ്ടി കണ്ടൻ പെങ്ങളെ. പൊരിയുന്ന വെയിലത്ത് കടലിന്റെ ഓരത്ത് മലനടുത്തൊരു പെണ്ണുറങ്ങുന്നു പെങ്ങളെ പെങ്ങളെ. പൊരിയുന്ന വെയിലത്ത് കടലിന്റെ ഓരത്ത് മലനടിച്ചൊരു പെണ്ണുറങ്ങുന്നു പെങ്ങളെ പെങ്ങളെ. രണ്ടു നില വണ്ടി കണ്ട് നീണ്ടകരൽ ഞണ്ട് കണ്ട് പെങ്ങളെ പെങ്ങളെ. കുണ്ടറയിലെ ഫാക്ടറിയിൽ അണ്ടി കയറ്റും വണ്ടി കണ്ടു പെങ്ങളെ പെങ്ങളെ. രണ്ടു നില വണ്ടി കണ്ടു നീണ്ട കരൽ ഞണ്ട് കണ്ടു പെങ്ങളെ പെങ്ങളെ. കുണ്ടറയിലെ ഫാക്ടറിയിൽ അണ്ടി കയറ്റും വണ്ടി കണ്ടു പെങ്ങളെ 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 പെങ്ങളെ. അയ്യോ പെങ്ങളെ പെങ്ങളെ പെങ്ങളെ. ഈ സമയം അങ്ങകലെ വീട്ടുതടങ്കിൽ കഴിയുന്ന കാക്കത്തമ്പുരാട്ടി പ്രാണന തുല്യം സ്നേഹിച്ച തൻ്റെ പ്രിയപ്പെട്ടവൻ്റെ വഞ്ചന ഓർത്ത് പൊട്ടിക്കരഞ്ഞു. ഭർത്താവിൻ്റെ കൂട്ടുകാരനായ കൊക്കിനോട് പറഞ്ഞു, കൊക്കേട്ടാ, എൻ്റെ അച്ഛനോട് ഇവർ ഒന്ന് പറയില്ലേ, എൻ്റെ അച്ഛൻ എന്നെ രക്ഷിക്കും. പെണ്ണെ, നീ കരയാതെ, ഇന്ന് തന്നെ നിന്റെ അച്ഛനെ ഞാൻ വിവരം ധരിപ്പിക്കാം. ശുദ്ധനും നല്ലവനുമായ കൊക്ക് കാക്കത്തുരുത്തിലേക്ക് പറഞ്ഞു. കൊക്കിൻ്റെ കൊക്കിൽ നിന്നും അറിഞ്ഞ വാർത്ത കേട്ട് അവളുടെ അച്ഛനും അനുയായികളും കൊക്കിനോടൊപ്പം യാത്രയായി. കോംപ്ലക്സിൽ എത്തിക്കഴിഞ്ഞപ്പോൾ കാക്കത്തമ്പുരാട്ടിയുടെ അച്ഛൻ ചോദിച്ചു, ഇനി ഏത് വഴിയാ പോകേണ്ടത്? നേരെ ചെന്നിട്ട് റൈറ്റിൽ തിരിയുമ്പോൾ പലകയടിച്ചൊരു വീട്. അവിടെ ചെന്നിട്ട് ശ്വാസമെടുത്തെന്ന കറിവെച്ച മീനിന്റെ സ്മെല്ല്. നേരെ ചെന്നിട്ട് റൈറ്റിൽ തിരിയുമ്പോൾ പലകയടിച്ചൊരു വീട്. അവിടെ ചെന്നിട്ട് ശ്വാസമെടുത്തെന്ന കറിവെച്ച മീനിന്റെ സ്മെല്ല്. കൊക്കും അവരോടൊപ്പം യാത്രയായി. മഞ്ചാടി മരത്തിൽ ഇരുന്നു കൊണ്ട് കാക്കത്തമ്പുരാട്ടിയുടെ അച്ഛൻ അവളെ വിളിച്ചു, മോളെ തമ്പുരാട്ടി. അല്പസമയം കഴിഞ്ഞപ്പോൾ ഒരു പട്ടി അവളെയും കടിച്ചുകൊണ്ട് ഓടുന്നു. മോളെ. പരിഭ്രാന്തരായ പക്ഷികൾ കൂട്ടത്തോടെ പട്ടിയുടെ പിറകെ ഓടി പട്ടിയുടെ വായിൽ നിന്ന് അവളെ രക്ഷിച്ചു. പക്ഷേ അവൾ ഈ ലോകത്തോട് യാത്ര പറഞ്ഞു കഴിഞ്ഞിരുന്നു. ജീവൻ വേർപിരിഞ്ഞ് അവളുടെ ജഡത്തിൽ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുന്ന അച്ഛൻ. ആ രംഗം കണ്ട് മനം തകർന്ന് പൊട്ടിക്കരയാത്ത ഒരു പക്ഷി പോലും കോംപ്ലക്സിലില്ല. പെട്ടെന്ന് കൊക്ക് ഒരു വവ്വാലിനെ വിളിച്ചു പറഞ്ഞു, വവ്വാലെ, നീ എത്രയും വേഗം പോത്തൻകോട്ടയ്ക്ക് പോകണം. കാക്കയുടെ കൂടെ ഉപ്പനും പോയിട്ടുണ്ട്. ഉപ്പന്റെ ഒരു സഹോദരി അവിടെ ഉണ്ട്. അവിടെ ചെന്ന് അന്വേഷിച്ചാൽ അവരെവിടെയാണെന്നറിയാം. ഈ വിവരം നീ അവരെ അറിയിക്കണം. വായുവേഗത്തിൽ മണിക്കൂറുകൾക്കുള്ളിൽ പോത്തൻകോട് മലകൾക്ക് മീതെ പറക്കുന്ന വവ്വാലിനെ കണ്ട് കാക്കയുപ്പന് ചോദിച്ചു, അളിയോ. മലയാറ്റൂർ മലഞ്ചെരുവിലെ വവ്വാല്, കോംപ്ലക്സിൽ അന്തിയുറങ്ങും വവ്വാല്, തട്ടിമുട്ടി പട്ടാപ്പകല് ഇത്ര പെട്ടെന്ന് എങ്ങോട്ടാ? സ്പീഡിൽ, ഹൈ സ്പീഡിൽ. മലയാറ്റൂർ മലഞ്ചെരുവിലെ വവ്വാലേ, തലകീഴാ ഞാന്നു കിടക്കും വവ്വാലേ, തട്ടിമുട്ടി പട്ടാപ്പകല് ഇത്ര പെട്ടെന്ന് അങ്ങോട്ടാ? സ്പീഡിൽ, ഹൈ സ്പീഡിൽ. വണ്ടി പോലെ എക്സിക്യൂട്ടീവ് പോകും പോലെ, എരിച്ചുവിട്ട ബാണം പോലെ എസ്കോർട്ട് വണ്ടി പോലെ എക്സിക്യൂട്ടീവ് പോകും പോലെ. വായുദൂതാണെന്നാണോ ഭാവം? അതോ
ഉഷയ്ക്കൊപ്പം ഓടുവാണോ കോച്ചാരി കോച്ചാരി നമ്പിയാരോ? ഈ പരിഹാസ ശബ്ദം കേട്ട് പക്ഷികളെ തിരിച്ചറിഞ്ഞ വവ്വാൽ റിവേഴ്സ് അടിച്ച് പറന്നു വന്നു. മണിയാ, നിന്റെ ഭാര്യ കാക്കത്തമ്പുരാട്ടിയെ പട്ടി കടിച്ചു കൊന്നു. കോംപ്ലക്സിൽ പക്ഷികളെല്ലാം സംഘടിച്ചിരിക്കുന്നു. അങ്ങനെ അവളുടെ ശല്യം എന്നേക്കുമായി അവസാനിച്ചു. അവളുടെ അച്ഛന്റെ അഹങ്കാരവും ശമിച്ചു. എടാ ദുഷ്ട, നീ ഇത്ര ഹൃദയമില്ലാത്തവനാണോ? അവളുടെ ശവസംസ്കാര ചടങ്ങിലെങ്കിലും പങ്കെടുക്കരുതോ? അത്യാവശ്യമുള്ളൊരു വയ്ക്കോ, എനിക്ക് വേറെ ജോലിയുണ്ട്. ഉപ്പനും വവ്വാലും ഉപ്പന്റെ സഹോദരിയും കോംപ്ലക്സിലേക്ക് പറഞ്ഞു. മണിയൻ കാക്ക എവിടേക്കോ പറഞ്ഞു. അന്ന് കേരളത്തിന്റെ തലസ്ഥാനമായ തിരുവനന്തപുരത്ത് വിദ്യാർത്ഥികളും തൊഴിലാളികളും ഉദ്യോഗസ്ഥരും പ്രതിപക്ഷവും ഒത്തൊരുമിച്ചുള്ള ആവേശഭരിതമായ പിക്കറ്റിങ്ങും സമരവുമായിരുന്നു. എന്തിനു വേണ്ടിയുള്ള പൂർണ്ണ ബന്ധം. സമരക്കാരെ തിരിച്ചുവിടാൻ പോലീസ് അധികാരികൾ ലാത്തിച്ചാർജ് നടത്തി. രക്ഷയില്ല. ടിയർ ഗ്യാസ് പ്രയോഗിച്ചു. രക്ഷയില്ല. അവസാനം ആകാശത്തിലേക്ക് വെടിവെച്ചു. അതിലൊരു വെടി നമ്മുടെ നായകന്റെ വിരുമാറിനെ തുളച്ചുകൊണ്ട് ചീറിപ്പാഞ്ഞു. ക്ഷണത്തിൽ അവൻ സെക്രട്ടേറിയറ്റ് നടയിൽ നിലം പതിച്ചു. സാധുക്കളായ പെൺപക്ഷികളുടെ സ്ത്രീത്വത്തെ പിച്ചു ചിന്തിയ ശുദ്ധയും നിരപരാധിയുമായ കാക്കത്തമ്പുരാട്ടിയുടെ സ്നേഹമൊന്നും മനസ്സിലാക്കാൻ സാധിക്കാത്ത അവളുടെ ജീവിതം താറുമാറാക്കിയ ആ ദുഷ്ടൻ എന്നേക്കുമായി ഈ ലോകത്തിനോട് യാത്ര പറഞ്ഞു. വെടച്ച് വെടച്ച് ചിറകിട്ടടിച്ചവൻ അവൻ മരിച്ചു. ഹൃദയശൂന്യനെ തകർന്നില്ലേ നീ, വിടർന്ന മോഹം ഇന്നെവിടെ, വിടർന്ന മോഹം ഇന്നെവിടെ. ഹൃദയശൂന്യനെ തകർന്നില്ലേ നീ, വിടർന്ന മോഹം ഇന്നെവിടെ, വിടർന്ന മോഹം ഇന്നെവിടെ. പതിവ്രതയാം നിൻ ഭാര്യയെ നശിപ്പിച്ച്, പതിവ്രതയാം നിൻ ഭാര്യയെ നശിപ്പിച്ച്, പരമദുഷ്ട നാട്ടിൽ കീർത്തികൾ നേടി, പരമദുഷ്ട നാട്ടിൽ കീർത്തികൾ നേടി. ഹൃദയശൂന്യനെ തകർന്നില്ലേ നീ, വിടർന്ന മോഹം ഇന്നെവിടെ, വിടർന്ന മോഹം ഇന്നെവിടെ. അച്ഛനോടുള്ളത് മകളോടെങ്കിലും അവൾ മനസാക്ഷി നീ കണ്ടതില്ല. അച്ഛനോടുള്ളത് മകളോടെങ്കിലും അവൾ മനസാക്ഷി നീ കണ്ടതില്ല. പാവമാ നിൻ ഭാര്യ പാദത്തിൽ വീണപ്പോൾ പുറങ്കാല് കൊണ്ടു നീ തട്ടിയിട്ടില്ലേ? തീർന്നില്ലേ, തീർന്നില്ലേ, നിന്നഹങ്കാരങ്ങൾ തീർന്നില്ലേ, തീർന്നില്ലേ. ഹൃദയശൂന്യനെ തകർന്നില്ലേ നീ, വിടർന്ന മോഹം
ഇന്നെവിടെ വിടർന്ന മോഹം ഇന്നെവിടെ പതിവ്രതയാം നിൻ ഭാര്യയെ നശിപ്പിച്ച് പതിവ്രതയാം നിൻ ഭാര്യയെ നശിപ്പിച്ച് പരമദുഷ്ട നാട്ടിൽ കീർത്തികൾ നേടി പരമദുഷ്ട നാട്ടിൽ കീർത്തികൾ നേടി ഹൃദയശൂന്യനെ തകർന്നില്ല നീ തകർന്നില്ല നീ തകർന്നില്ല നീ കാക്കത്തുരുത്തിൽ നിന്നും അനാഥമായി അലയുന്ന ആയിരം ആയിരം കാക്കത്തമ്പുരാട്ടുകളുടെ കേഴുന്ന ആത്മാവുകൾക്ക് നിത്യശാന്തികൾ അർപ്പിച്ചുകൊണ്ട് ഈ കഥ ഞാൻ ഇങ്ങനെ പൂർണ്ണമാക്കുന്നു.